അപ്പോൾ ആ രീതിയിൽ സഹിഷ്ണുതയുള്ളവനാകാനൊന്നും ആരാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവുന്നില്ല. പലപ്പോഴും നമ്മൾ അതിനെതിരെയുള്ള ഈ നേരത്തെ നമ്മുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആ പ്രകൃതിപരമായിട്ടുള്ള സവിശേഷതകളൊക്കെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് നമ്മൾ. എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതൊക്കെ. അപ്പം അത് കുറേയും കൂടിയൊക്കെ അധികരിച്ച സ്വഭാവമാണ് നമുക്കുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ ശക്തിയെക്കുറിച്ചുള്ള ചിന്ത പിന്നെ വരില്ല. ഞാൻ എന്ന് പറയുന്ന സംഭവം അവിടെ ഏറ്റവും ഉറച്ചു നിൽക്കുമ്പോൾ പിന്നെ എന്നെ കഴിഞ്ഞ് വേറൊന്നുമില്ല. അപ്പം പിന്നെ എങ്ങനെ എന്നെക്കാൾ വലിയൊരു ശക്തിയെക്കുറിച്ചിട്ട് ആരാ ചിന്തിക്കുക? ഇതൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റുകൾ മറ്റുള്ളവരോട് ഏറ്റു പറയാൻ പറ്റുക? എൻ്റെ തെറ്റായിരുന്നു, ഞാൻ മദ്യപിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് സമ്മതിക്കാൻ പറ്റാറില്ലല്ലോ. മദ്യപിക്കുന്നതിന് ഇന്ന ആൾ കാരണമാണ് ഞാൻ മദ്യപിച്ചത് എന്ന കാര്യം പറയാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ വരുത്തി വെച്ച ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മദ്യത്തിൻ്റെ പുറത്തും അല്ലാത്ത രീതിയിലും നമ്മുടെ ഈഗോ, ഈ പറയുന്ന ഞാനെന്ന ഭാവം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അതിനൊക്കെ ആരാണ് ആഗ്രഹിക്കുക? പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും കാര്യം പിന്നെ പറയാനുണ്ടോയെന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെ ഏയുടെ സന്ദേശം യാതന അനുഭവിക്കുന്ന മറ്റൊരാളിൽ എത്തിക്കാൻ തൻ്റെ സമയവും ഊർജ്ജവും ബലികഴിക്കാൻ ആരാഗ്രഹിക്കുക? ഞാൻ എന്ന് പറഞ്ഞ ചിന്ത ഏറ്റവും പ്രബലമായിട്ട് എനിക്ക് ശേഷം ഒന്നുമില്ല, എൻ്റെ സുഖം, എൻ്റെ ജീവിതം, എനിക്കിങ്ങനെ കുടിച്ച് നടക്കുക, എൻ്റെ രീതിയിൽ ഇങ്ങനെ കുടിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖങ്ങൾ, അപ്പോൾ ഉണ്ടാകുന്ന കുറേ സങ്കല്പങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ആ സങ്കല്പത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറയുന്ന വലിയ ശക്തി അംഗീകരിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള ആളുകളോട് സഹിഷ്ണുത ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കടുത്ത സത്യസന്ധത, നമ്മളോട് സത്യസന്ധമായിട്ട് ഒരു പരിപാടി ഒരാൾ എന്നോട് മോശമായി പെരുമാറി, അതിനെന്താ കാരണം? എൻ്റെ ഒരു പ്രവൃത്തി കാരണമായ ഒന്നല്ല പറയുന്നത്. ആൾ ശരിയല്ല, അവൻ എന്നോട് എങ്ങനെ പറഞ്ഞു, അവൻ എൻ്റെ കുറ്റം പറഞ്ഞു എന്നാണ്. ഈ കുറ്റം പറയുന്നതിന് അത് കുറ്റമാണോ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തതാണോ നമ്മൾ പരിശോധിക്കാറില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കടുത്ത സത്യസന്ധത നമ്മളോട് പരിശോധിക്കാനാണ് പറയുന്നത്. എന്തു കാരണത്താലാണ് അദ്ദേഹം നിന്നോട് അങ്ങനെ പറഞ്ഞത്? നിൻ്റെ കുറ്റം പറയാൻ കാരണം ആ കുറ്റം പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ? അത് പറഞ്ഞതുകൊണ്ട് എന്തിനാണ് നിനക്ക് ദേഷ്യം വരേണ്ടതെന്ന് പരിശോധിക്കാൻ ആ കടുത്ത സത്യസന്ധത ഒരു തരത്തിലും ഇല്ല. പ്രാർത്ഥനയും ധ്യാനത്തിൻ്റെയും കാര്യം പറയാനില്ല. അപ്പോഴാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ നമ്മുടെ സമയം വേണം, നമ്മളെ ഊർജ്ജം വേണം. എന്നാൽ മാത്രമാണ് നമ്മുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയൊക്കെ ആളുകളോട് പറയാൻ പറ്റുക. ആരാഗ്രഹിക്കുന്നത്? താൻ തന്നെ ജീവനോടെ ഇരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യബോധമില്ലെങ്കിൽ അങ്ങേയറ്റം സ്വാർത്ഥ തൽപരനായ ശരാശരി മദ്യപാനി ഇത്തരമൊരു ശ്രമത്തിന് മുതിരുന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓരോ പ്രവൃത്തിയും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വലിയ സേവനം ചെയ്യുക എന്ന രീതിയിലല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രോഗ്രാമിൻ്റെ സ്വാർത്ഥ, സെൽഫിഷ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്വാർത്ഥത. അല്ലാതെ മറ്റുള്ള ആളുകളുടെ അവസരം തട്ടിയെടുക്കുക, മറ്റുള്ള ആളുകളോടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകട്ടെ, അവൻ അങ്ങനെയാണ്, ഞാൻ എൻ്റെ സെൽഫിഷ് പ്രോഗ്രാം, ഇതല്ല. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് സെൽഫിഷിനെ കുറിച്ച് പറയുന്നൊരു കാര്യം എന്നുള്ളതാണ്. എന്താണ് എൻ്റെ സെൽഫിഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യഥാർത്ഥമായിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ട സ്വാർത്ഥതയല്ല ആൽക്കഹോളിക്സ് അനോണിമസ് സെൽഫിഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അവിടെ ഞാൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടി എൻ്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നതാണ് ഇവിടുത്തെ സ്വാർത്ഥത. അത് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം സ്വാർത്ഥതയ്ക്കെതിരെയാണ്. എൻ്റെ സ്വാർത്ഥപരമായ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ള ഒരാൾ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുമ്പോൾ അയാളുടെ ആ ഒരു സമയത്ത് എടുക്കുക, ഞാൻ മറ്റുള്ളവരുടെ സമയം നോക്കാണ്ട് ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്തോ ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ മറ്റുള്ളവൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക, ക്രോസ് ഷെയർ ചെയ്യുക, ഇതൊന്നുമല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സ്വാർത്ഥത. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയും, അയാൾ എന്തോ പറഞ്ഞോട്ടെ എന്ന് പറയുന്നതുമല്ല. അനുഭാവപൂർവ്വം സഹിഷ്ണുത എന്നുള്ള പദമൊക്കെ ആദ്യം പ്രയോഗിച്ചു നമ്മളോട്. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെയാണോ അങ്ങനെ ഉൾക്കൊള്ളലാണ്. ഇവിടെ എനിക്ക് ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യം ചെയ്തേ പറ്റൂ. ഞാനവിടെ സത്യസന്ധനാവണം, എന്നോട് സത്യസന്ധനാവണം, എൻ്റെ തെറ്റുകൾ ഏറ്റു പറയാൻ തയ്യാറാവണം, വലിയ ശക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം, എൻ്റെ ഇച്ഛയിൽ ഇത് നടക്കില്ല എന്നുള്ള ഉറപ്പിക്കൽ വേണം, എൻ്റെ തെറ്റുകുറ്റങ്ങളെ ഞാൻ മീറ്റിങ്ങിൽ പറയാൻ തയ്യാറാവണം, പ്രാർത്ഥനയും ധ്യാനത്തിലൂടെ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അതോടൊപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം, എൻ്റെ ഊർജ്ജം, എൻ്റെ സമയമൊക്കെ ഞാൻ ബലികരിച്ച് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് എനിക്ക് ജീവനോട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വലിയ മഹത്തരമായ പ്രവൃത്തിയല്ല. ഇത്തരം പ്രവൃത്തി ചെയ്താൽ മാത്രമാണ് ഞാൻ ജീവനോടെ ഇരിക്കൂ എന്ന് ഉറപ്പ്. അപ്പോൾ സ്വാർത്ഥ തൽപരനായ യഥാർത്ഥ സ്വാർത്ഥതയുള്ള ആളുകൾ, നമ്മൾ പറയുന്ന രീതിയിലുള്ള സ്വാർത്ഥ തൽപരനായ ഒരു മദ്യപാനി ഒരിക്കലും ഇതിന് മുതിരുന്നില്ല.
അവർക്കൊരിക്കലും ഇത് സാധ്യമാവുന്ന കാര്യമല്ല. പക്ഷേ നമുക്ക് സ്വാർത്ഥരഹിതമായിട്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ചിന്ത നമുക്ക് ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേ പറ്റൂ. നമ്മൾ ഈ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക, സന്ദേശം ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ലേ. നമ്മളുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുക, ഞങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, എന്ത് സംഭവിച്ചു എന്ന കാര്യം. അപ്പം അതിന് ഒന്നാമത്തെ പടിയുടെ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പടികളുടെ എല്ലാം ഒരു ചെറിയ രീതിയിൽ എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് തന്നെയാണ് ഈ അവസാന ഖണ്ഡികയിലൊക്കെ പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഖണ്ഡിക തന്നെയാണ്. നമുക്ക് കടുത്ത സത്യസന്ധത നമ്മൾ പുലർത്തുന്നു, സഹിഷ്ണുത ആവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നു, വലിയ ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. സഹിഷ്ണുത പറഞ്ഞ കൂട്ടായ്മയിൽ എത്തുമ്പോൾ മറ്റു പലരെയും പല സ്വഭാവമുള്ള ആളുകളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ സ്പോൺസറോടോ ഏറ്റവും അടുത്ത ആളുകളോടോ മീറ്റിങ്ങിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊരു ക്ലോസ് മീറ്റിങ്ങിലോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുന്നു. നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞു പോയ കാലത്തിൽ നമുക്ക് പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്ന കൊണ്ട് വേറെ ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളിൽ വിവേകപൂർവ്വം നമ്മൾ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം നമ്മൾ എടുത്തു വെക്കുന്നു. ഒക്കെ ശ്രമങ്ങൾ തന്നെയാണ് ഇടപടികളൊക്കെ. അപ്പോൾ പ്രാർത്ഥന, ധ്യാനം എന്നിവയിലൂടെയൊക്കെ നമ്മൾ പൂർണ്ണമായ രീതിയിലേക്ക് കടന്നു വരുന്നു. അത് മതത്തിൻ്റെ രീതിയിലല്ല, നമുക്ക് ഓരോരുത്തർക്ക് അവരവർക്ക് മതത്തിൻ്റെ രീതിയിലുള്ളവർക്ക് അങ്ങനെ, അതില്ലാത്തവർക്ക് അവരുടേതായ രീതിയിൽ, ഒന്നിനും കൃത്യമായ നിബന്ധനകളൊന്നുമില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയുമായിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന അനുഭവം പറയാം. അപ്പോൾ അതിൽ ആവശ്യമുള്ള ആളുകൾക്ക് അതെടുക്കാനും ആ രീതിയിൽ അവർക്ക് വീണ്ടും മദ്യത്തിലേക്ക് എത്താതെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്നതാണ്. മദ്യപാനാസക്തിയുടെ പ്രഹരത്താൽ ഞങ്ങൾ എയിലേക്ക് നയിക്കപ്പെട്ടു. ഞങ്ങളുടെ അവസ്ഥയുടെ മാരകമായ പ്രകൃതം ഞങ്ങൾ കണ്ടെത്തി. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ മദ്യാസക്തിയുടെ എന്ന രോഗം കൊണ്ട് തന്നെയാണ് നമ്മൾ കൂട്ടായ്മയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മാരകമായ രോഗത്തിൻ്റെ അവസ്ഥ, ഏതൊക്കെ രീതിയിൽ നമ്മൾ എത്തിയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ മാത്രമാണ് ദൃഢവിശ്വാസത്താൽ ഞങ്ങൾ തുറന്ന മനസ്സുള്ളവരായത്. അവിടെ ഓപ്പൺ മൈൻഡ്നെസ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ തുറന്ന മനസ്ഥിതി. ആ തുറന്ന മനസ്ഥിതി നമുക്കുണ്ടോ എന്നത്, ഓപ്പൺ മൈൻഡ്നെസ്, ഓണസ്റ്റി, അടുത്ത വാക്ക് പിന്നെ ഓണസ്റ്റിയാണ് വരുന്നത്, സത്യസന്ധത. അപ്പോൾ അത് നമ്മളാണ് പരിശോധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ മരണാസന്നെ പോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾ തയ്യാറാകും, തുറന്ന മനസ്സോട് കൂടിയിട്ടുള്ളവരായിട്ട്. കാരുണ്യരഹിതമായ ഈ ഒഴിയാവാദിയെ നമ്മിൽ നിന്ന് അകറ്റാൻ എന്ത് ചെയ്യാനും തയ്യാറായി ഞങ്ങൾ നിൽക്കുന്നു എന്ന്. കാരുണ്യരഹിതമാണ് മദ്യത്തിന്, മറ്റുള്ള യാതൊരു വികാരങ്ങളും ഇല്ല. അവൻ മരിച്ചു പോകും, അവനതുണ്ടാവും, അവൻ്റെ കുടുംബം പോകും എന്നുള്ള രീതിയിലൊന്നുള്ള രോഗമല്ല നമ്മളെ സംബന്ധിച്ചുള്ള. ഇതിന് കാരുണ്യമുള്ള രോഗമൊന്നുമല്ല അത്. അതിന് യാതൊരു തരത്തിലും മദ്യം നമ്മളോട് കരുണ കാണിക്കുന്നൊന്നുമില്ല. അപ്പം കുറച്ച് ഇതല്ലേ, ഇപ്പോൾ അവന് മദ്യം ഞാൻ അന്ന് നിയന്ത്രിച്ചോട്ടെ, എൻ്റെ പേരിൽ നിയന്ത്രണം അവന് വന്നോട്ടെ എന്ന് മദ്യം കരുതുന്നില്ല. മദ്യം ഒരു ഏകാധിപതി തന്നെയാണ്. നമ്മളെ മുന്നിൽ എല്ലാ കാലത്തേക്കും മദ്യം ഏകാധിപതിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പടിയുടെ ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തുറന്ന മനസ്ഥിതി, സത്യസന്ധത, വില്ലിങ്നെസ്, തയ്യാറാവൽ, മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിത്തറ ഒരുക്കിക്കൊണ്ട് തന്നെ ഉള്ള തയ്യാറെടുപ്പാണ് ഒന്നാം പടി. അത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ഒന്നാമത്തെ പടി മദ്യത്തിൻ്റെ മുന്നിലുള്ള നമ്മുടെ ശക്തിഹീനത, നമ്മുടെ ജീവിതം അനിയന്ത്രിതമാക്കിയ മദ്യത്തെ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളുമുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം. അതൊന്നും ഇടകീൽ പരിശോധിക്കൊന്നും വേണ്ട. പ്രോഗ്രാമിൽ മുന്നോട്ട് പോകണം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ നമുക്കിതൊക്കെ ഉണ്ട് എന്ന കണ്ടെത്തൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശക്തി. അത് തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സഹിഷ്ണുതയുള്ളവനാവുക, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, കുറ്റപ്പെടുത്തലുകളൊന്നും നടത്താതിരിക്കുക, വിധിക്കാതിരിക്കുക എന്നൊക്കെ തന്നെയാണ് ഒന്നാം പടി നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തികളും ഒന്നാം പടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. ഇത്ര രീതിയിൽ കുടിച്ചിരിക്കണം എന്നോ ഒരു പ്രധാനമായ ഒരു നിയമങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളിലൊന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ആ ആശയറ്റവനാവാത്ത ആളുകൾ പരിശീലിക്കില്ല എന്ന് പറയുന്ന പദം കണ്ടില്ലേ, അതിന് മുന്നേ പറഞ്ഞ ഖണ്ഡികൾ, ഇതൊക്കെ സൂക്ഷ്മമായ അർത്ഥത്തിൽ നമ്മൾ വായിക്കുകയും നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടേതായ പാതകൾ തന്നെയാണ് പടികൾ. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ അവരവരുടെ ശക്തിക്കൊത്തവണ്ണം എന്നൊക്കെ പലരും പറയുന്നതിന് കാരണം. അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതം എങ്ങനെയാണോ ആ രീതിയിലാണ് പടികൾ. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത പോലെ തന്നെ അങ്ങനെ ചെയ്യണം പടിയെന്നൊന്നുമില്ല. ഇതിന് ആന്തരികമായ അല്ലെങ്കിൽ ഇതിൻ്റെ പരമമായ ഒരു അർത്ഥമുണ്ട്. ഇതിന് ഏറ്റവും പ്രാഥമികമായൊരു അർത്ഥം എന്നും പറയാം അതിന്. ആന്തരികമായത് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് എന്താണ്, മദ്യരഹിതമായൊരവസ്ഥ നിർത്തണമെന്നുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനാണെന്ന് നമ്മൾ സമ്മതിക്കണം. മദ്യം നമ്മുടെ മുന്നിൽ ഏകാധിപതിയാണ്. നമ്മുടെ ജീവിതം അനിയന്ത്രിതമായിപ്പോയി.
അല്ലെങ്കിൽ ഇനി അതെത്താത്ത ആശയറ്റ ആൾക്കാരാണെങ്കിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ആശയറ്റ മനുഷ്യൻ്റെ പോലെ ഞാനും ആവും. കാരണം അയാളുടെ തുടക്കകാലത്തെ കുടിയാണ് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇനിയും കുടിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആവുമെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാർക്കും പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള തിരിച്ചറിവ്, മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത പൂർണ്ണമായിട്ടും അത് സമ്മതിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഒന്നാം പടി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് പ്രോഗ്രാമിലേക്ക് വരികയും അടുത്ത പടികളിലൂടെ ഇവയുടെ വ്യവഹാരങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പടികളിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു 12 ഒന്നാം പടി ഒരു അധ്യായം കൂടി നമ്മുടെ മുന്നിൽ എത്തുന്നത് എന്നുള്ളതാണ്.